കേരളത്തിൽ അങ്ങനെ ഈ ഒരു മധ്യവയസ്കരായ സ്ത്രീകളെ താലോലിച്ച് ജീവിക്കുന്ന ഉപജീവനം കഴിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫഖ്റുദ്ദീൻ പന്തവർ. ഈ ഒരു ഡോക്ടറുടെ വാക്കുകളോ നിങ്ങൾ ആദ്യം ഒന്ന് കേൾക്കുക. ബാക്കി ഞാൻ കഴിഞ്ഞ ശേഷം ഞാൻ പറയാം. എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ നമ്മളിപ്പോൾ കാണുന്നൊരു ട്രെൻഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആഫ്റ്റർ 40s ലേഡീസിന് ഒരുപാട് അങ്ങനെ റിലേഷൻഷിപ്പുകളിലേക്ക് വരുന്നുണ്ട്. ആഫ്റ്റർ 40s അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അതിനകത്തുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഫിസിയോളജിക്കൽ നീഡ് അല്ലെങ്കിൽ ഒരു സെക്ഷൽ നീഡ് അല്ല പ്രൊമിനൻ്റ് ആയിട്ട് അവിടെ നിൽക്കുന്നത്. ഇമോഷണൽ നീഡ്. കഴിച്ചോ, കുടിച്ചോ, ഉറങ്ങിയോ, ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ കുടുംബത്തിനകത്തില്ലാതെ പോകുന്നു. അല്ലെങ്കിൽ ഒരു ഇമോഷണൽ കെയർ കിട്ടുന്നില്ല, ഫീൽ ചെയ്യുന്നില്ല. ഞാൻ എല്ലാവർക്കും കൊടുത്ത് ടയേർഡായി, ഇനി കൊടുക്കാനുള്ള എനർജി ഇപ്പോൾ എനിക്ക് കുറവാണ്, ഞാൻ ഇനി റിസീവ് ചെയ്യാനായിട്ടിരിക്കുകയാണ്. പക്ഷെ ഇതെൻ്റെ ഫാമിലി മെമ്പേഴ്സിന് അറിയില്ല, പക്ഷെ പുറത്ത് പലർക്കും അറിയാം. കേരളത്തിൽ അങ്ങനെ എന്താ പറയുന്നത്, ഇത് എത്രത്തോളം ഞാൻ സർവേക്ക് വിധേയമാക്കിയിട്ടില്ല, പക്ഷെ എൻ്റെ കേസുകളിൽ നിന്ന് ഞാൻ പറയുവാണ്, കേരളത്തിൽ അങ്ങനെ ഈ ഒരു മധ്യവയസ്കരായ സ്ത്രീകളെ താലോലിച്ച് ജീവിക്കുന്ന ഉപജീവനം കഴിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഒരു സൈക്കോളജിസ്റ്റ് പങ്കുവച്ചത്. ഒരുപാട് ആളുകളും ചികിത്സിച്ചാലും കൺസൾട്ടിങ് നടത്തിയ എക്സ്പീരിയൻസ് ഉള്ള ഒരു മേഡമാണ് ഈ കാര്യങ്ങൾ പങ്കുവച്ചത്. അതായത് ആളുകൾ ഇങ്ങനെ മറ്റൊരാളെ തേടി പോകാൻ കാരണം ശാരീരികമായുള്ളൊരു സെക്സിൻ്റെ ഒരു ആവശ്യത്തിനല്ല, ഒരു ഇമോഷണൽ ബോണ്ടാണ് എല്ലാവർക്കും വേണ്ടത്. നിർഭാഗ്യകരം എന്ന് പറയട്ടെ, ഇന്നത്തെ ദമ്പതികൾക്കിടയിൽ ഇത് കുറവാണ്. ഞാൻ ഈ വിഷയങ്ങൾ സംസാരിക്കുന്നത് നിങ്ങൾക്കൊരു നല്ല മാരീഡ് ലൈഫ്, ഒരു നല്ല ദാമ്പത്യ ജീവിതം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടും, അത് ഉറപ്പാണ്. നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. നമ്മുടെ ലൈഫിൽ നമ്മൾ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതായത് ഇപ്പോൾ ഭർത്താക്കന്മാരാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങളുടെ ഭാര്യമാർ 3 ടൈപ്പ് ആയിരിക്കും. അതിലേത് ടൈപ്പ് ഭാര്യയാണ് നിങ്ങളുടേതെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ പെരുമാറിക്കോളൂ. എല്ലാ ഭാര്യമാർക്കും ചായ കുടിച്ചോ ചോറ് വെച്ചോ എന്നുള്ള ആവശ്യങ്ങളില്ല. എല്ലാവർക്കും ഈ ഫിസിക്കൽ നീഡ്സിനപ്പുറം ഒരു ഇമോഷണൽ നീഡ്സ് ഉണ്ട്. അതായത് അവർക്ക് നമുക്ക് മതിയായുള്ള സെക്സ് മാത്രമല്ല വേണ്ടത്. അപ്പോൾ ഞാൻ ഈ പറയുന്ന 3 കാറ്റഗറിയിലാണ് പൊതുവേ സ്ത്രീകൾ ഉണ്ടാവുക. അതിലേതാണ് നിങ്ങളുടെ ഭാര്യമാരെങ്കിൽ നിങ്ങൾ അങ്ങനെയൊന്ന് സ്നേഹിച്ചു നോക്ക്. ഇനി സ്ത്രീകളാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഈ വീഡിയോ നിങ്ങളുടെ ഭർത്താക്കന്മാർ അയച്ചു കൊടുക്കുക. നിങ്ങൾ ഈ വീഡിയോ കണ്ട് നിങ്ങൾ ഏത് കാറ്റഗറിയാണെന്ന് നിങ്ങൾ സ്വയം തിരിച്ചറിയും. ആ തിരിച്ചറിഞ്ഞ് നിങ്ങളെ ഭർത്താക്കന്മാരോട് പറയും, എൻ്റെ പൊന്നു മനുഷ്യ, എനിക്ക് നിങ്ങളിൽ നിന്ന് ഇതാണ് ആവശ്യമുള്ളത്, ഇതാണ് നിങ്ങൾ തരേണ്ടത്. അതിനർത്ഥം വേറൊന്നും ആവശ്യമില്ല എന്നുള്ളതല്ല. ആദ്യം മനസ്സിലാക്കാനുള്ളത് എന്താണ് സ്നേഹം എന്നുള്ളതാണ്. എനിക്ക് എൻ്റെ ഭാര്യയോട് സ്നേഹമുണ്ട്, എൻ്റെ ഭർത്താവിനോട് സ്നേഹമുണ്ട് എന്ന് പറയുമ്പോൾ ശരിക്കും എന്താണ് സ്നേഹം കൊണ്ട് നിങ്ങൾ ഉദ്ദേശിച്ചത്? നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾ പറഞ്ഞു നോക്കി, എന്താണ് നിങ്ങൾ സ്നേഹം കൊണ്ട് ഉദ്ദേശിച്ചത്? സ്നേഹത്തിന് നിങ്ങൾക്ക് ഒരുപാട് ഡെഫിനിഷൻ കാണാം. നിങ്ങൾ ചാറ്റ് ജിപിയോട് ചോദിച്ചാലും ജെമിനിയോട് ചോദിച്ചാലും നിങ്ങൾക്ക് 100 ആൻസർ കാണും. വലിയ വലിയ മഹാന്മാർ കൊടുത്ത മറുപടി കാണാം. അതിലപ്പുറം സ്നേഹം എന്ന് പറഞ്ഞാൽ അനുസരണയാണ് ശരിക്കും വേണ്ടത്. അനുസരണം. ഞാനൊരു ഭാര്യയും ഭർത്താവായിട്ട് ജീവിക്കുന്നുണ്ടോ, ഭർത്താവിനോട് ഭാര്യയ്ക്ക് സ്നേഹമുണ്ട് എന്ന് പറഞ്ഞാൽ ആ ഭർത്താവിനെ ഭാര്യ അനുസരിക്കണം. ഒരു ഭാര്യയോട് ഭർത്താവിന് സ്നേഹമുണ്ടെന്ന് പറഞ്ഞാൽ ആ ഭാര്യ പറയുന്നത് അനുസരിക്കണം. ഈ അനുസരണ ഇല്ലാത്ത സ്നേഹം, ഇപ്പം നമ്മൾ പടച്ചോനോടുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താ? പടച്ചോൻ പറഞ്ഞത് അനുസരിക്കുക എന്നുള്ളതാണ്. റസൂലുള്ളാഹിനോടുള്ള സ്നേഹം പറഞ്ഞാൽ എന്താ? പാട്ടുപാടലാണോ? നിബിദിനത്തിന് മൗലൂദ് ചെല്ലലാണോ? അതുമാത്രമല്ല, ഹബീബായ നബി പഠിപ്പിച്ചത് നമ്മൾ അനുസരിക്കലാണ്. അപ്പോൾ സ്നേഹം എന്ന് പറഞ്ഞാൽ ശരിക്കും അർത്ഥം എന്താണ്? അനുസരണയാണ്. അപ്പോൾ ഈ അനുസരണ എന്ന് പറയുന്ന സ്നേഹത്തിൻ്റെ മീതെയാണ് ഈ ഭാര്യ ഭർത്തുന്ന ഒരു കെട്ടിടം നമ്മൾ എന്ത് ചെയ്യുന്നത്? പടുത്തുയർത്തുന്നത്. ഭർത്താവിനല്ലേ അനുസരിക്കേണ്ടത്, ഭാര്യനെ ഞങ്ങൾ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ അത് മോശമല്ലേ? അതൊരു പെൺകോന്തനാവില്ലേ? അതെന്താ ഭർത്താക്കന്മാർക്ക് ഭാര്യ അനുസരിച്ചാൽ എന്താ? അത് പെൺകോന്തനാവൊന്നുമില്ല. ഭാര്യ പറയുന്ന നല്ല വാക്കുകൾ കേൾക്കാലോ, ഭാര്യ പറയുന്ന നല്ല അഭിപ്രായങ്ങൾ നമുക്ക് സ്വീകരിക്കാലോ. ഇനി 3 രീതിയിലുണ്ട് സ്ത്രീകൾ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ പുരുഷന്മാർ ഏത് രീതിയിലുണ്ട് അത് ഞാൻ വേറൊരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ സ്ത്രീകളുടെ 1ാമത്തെ ഇനം മധുരമംഗ എന്ന് പറയുന്ന ഒരു വിഭാഗമാണ്. ഈ 3 ഇനങ്ങളും സ്ത്രീകൾ ഉണ്ടാവും. അതിൽ ഏതാണ് കൂടുതൽ അവർ പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവർക്ക് കൂടുതലുള്ളത് ഏതാണെങ്കിൽ അവർ നമുക്ക് ആ കാറ്റഗറി ഉൾപ്പെടുത്താം. അപ്പോൾ ഈ മധുരമംഗ എന്ന് പറയുന്ന ഒരു വിഭാഗം സ്ത്രീകളുണ്ട്. അതായത് ഇവർക്ക് ഈ പഞ്ചാര വാക്കുകളോട് ഭയങ്കര ഇഷ്ടമാണ്. എന്ത് കാര്യങ്ങളും ആ ഒരു റൊമാൻറ്റിക് ആയിട്ടാണ് ഇവർ ഉൾക്കൊള്ളുക. ഇത്തരം ആൾക്കാരുടെ സ്വഭാവങ്ങൾ നമുക്ക് എങ്ങനെ മനസ്സിലാവുക? ഇവരോട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഇവരുടെ സംസാര രീതികളിലൊക്കെ ഇവരുടെ ഭർത്താക്കന്മാരെ കാക്കോ, വിളി കേൾക്കണൊക്കെ ഇഷ്ടമല്ല, കാക്കോ വിളിക്കണം. ചില ആൾക്കാർ എല്ലാവരും വിളിക്കും കാക്കോ എന്നുള്ളത്. അപ്പോൾ കാക്കോ എന്നുള്ളൊരു വിളി, പിന്നെ സ്വന്തം പേര് പോലും അവരൊരു ചുരുക്കപ്പേരോ ഒരു ചെല്ലപ്പേരോ ഒക്കെ വിളിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. ഇപ്പോൾ നിങ്ങളുടെ ഭാര്യയുടെ പേര് നസീറ എന്നാണെങ്കിൽ നെസിയെ എന്ന് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മധുരം ഓരോ ഉള്ളിലുണ്ട്. അപ്പോൾ ഇത്തരക്കാർക്ക് മധുരമുള്ള വാക്കുകളാണ് ഇഷ്ടം.
അപ്പോൾ ഇവർക്ക് നമ്മൾ കൊടുക്കേണ്ടത് എന്താണ്? നിങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്, പക്ഷേ നിങ്ങളുടെ വാക്കിൽ ഭയങ്കര റഷാണ്. നിങ്ങൾ ഇവരോട് ചായ കുടിച്ച മുത്തേ, എന്താണ് തീരെ വയ്യാതെ കിടക്കണത്, ഇങ്ങനെ വാക്കിലൊരു റൊമാൻറ്റിക് ഫീൽ ചെയ്യാൻ കഴിഞ്ഞാൽ ഇവരുടെ സ്ത്രീത്വം ഉണരും. ഈ ഒരു സാധനം കിട്ടുന്നത് പുറത്തുനിന്ന് ഒരാളിൽ നിന്നാണെങ്കിൽ, പുറത്തുനിന്ന് കൊടുക്കാൻ ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. ഇവരെ പറ്റിച്ച് ജീവിക്കുന്നവരോട് നേരത്തെ സൈക്കോളജിസ്റ്റ് പറഞ്ഞില്ലേ, കുറേ ആൾക്കാർ ഇത്തരം 40 കഴിഞ്ഞ 30 കഴിഞ്ഞ വീട്ടമ്മമാരെ, യുവതികളെ പറ്റിച്ചിട്ട് വണ്ടിയിലടവടക്കണവരുണ്ട്, സ്വന്തം നിലക്ക് അടിച്ചുപൊളിച്ച് ജീവിക്കണവരുണ്ട്. ഇവർക്ക് കിട്ടാനുള്ളത് ഇങ്ങനെ കിട്ടും. അതിന് പകരം ഒരു ഭർത്താവിൻ്റെ സ്വർണ്ണവും വീട്ടിലെ സാധനങ്ങളൊക്കെ എടുത്തു കൊടുക്കും. അങ്ങനെ എത്ര കേസുകളുണ്ടെന്ന് അറിയും. അപ്പോൾ ഈ മധുരമുള്ള വാക്കുകൾ കേൾക്കാൻ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു ഭാഗത്തൊരു നല്ലൊരു സമ്പന്നനായ ഒരു വീട്, ആ വീട്ടിലൊരു ഭാര്യ, അവർക്ക് എന്തോ അന്നൊരു തലവേദന, ഭയങ്കര ഒരു പ്രയാസം. ആ പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഭർത്താവ് വരുന്നു, ഭർത്താവിന് വന്ന് ചോറെടുത്ത് കൊടുക്കുന്നത്. അവരാഗ്രഹിക്കുകയാണ് ഒരു മധുരമുള്ളൊരു വാക്കാ ഭർത്താവ്, എന്തേടി എനിക്ക് വയ്യേ, എന്നാൽ ശരി എന്നാൽ പറയും, ഞാൻ പോയിട്ട് നമുക്ക് കുറച്ച് ഫുഡ് ഓർഡർ ചെയ്യുക. ഇതാണ് അവർക്ക് കേൾക്കേണ്ടിയിരുന്നത്. പക്ഷെ എന്താ ഇപ്പം ഇത് വേഗം ചോറ് കഴിച്ചു, എന്താ കൊയ്യേക്ക് നമുക്ക് നോക്കാം, അത്തരം ഒരു മധുരമല്ലാത്ത വാക്ക് പറഞ്ഞിട്ടാണ് ആൾ പോയത്. അപ്പോൾ അടുത്ത വീട്ടിൽ പണിക്ക് വന്നൊരു ബംഗാളി, എന്താ താത്തേ, മലയാളത്തിൽ മലയാളം അറിയാലോ, നമുക്കാണ് ബംഗാളി ഭാഷ അറിയാത്തത്. അവർ ചോദിക്കുമ്പോൾ ഒന്നുമില്ല. അവർ ചോറ് കഴിച്ച് വരുമ്പോൾ ഒരു തലവേദനൻ്റെ ഗുളിക കൊണ്ടുവരുന്നു, ഒരു വിക്സ് കൊണ്ടുവരുന്നു, അവിടെ ഒരു ഇഴയടുപ്പുണ്ടാവുകയാണ്. ഇതിങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ചേരുമ്പോൾ കാണാം അവരോട് എന്തോ ഒരു, ഇതിപ്പോൾ ഞാൻ ബംഗാളൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്, ആരും ആവാം, അത് ഫോൺ തലക്കലുള്ള ഒരാളാവാം, അത് ചോദിക്കുമ്പോൾ കൂടെ പഠിച്ച ഒരാളാവാം, എന്താണ് വിശേഷങ്ങൾ, ഇപ്പോൾ സ്റ്റാറ്റസ് ഇടും, ഭയങ്കര വയ്യ, സ്റ്റാറ്റസ് ഇട്ടത് ഭർത്താവ് മാത്രം ഇത് കാണൂല. അപ്പോൾ കാണുന്നവർ വിളിച്ചു വയ്ക്കും, എന്ത് പറ്റി അങ്ങനെ. അപ്പോൾ ഈ ഒരു മധുരമുള്ള വാക്കുകൾ ഇഷ്ടപ്പെടുന്ന ഒരാൾ സെക്സിന് വേണ്ടിയിട്ടേ അല്ല, അവർക്ക് അങ്ങനെയൊന്നും, അവർക്ക് വീട്, മറ്റേ BMW കാർ, ഇതൊന്നും അവർക്ക് വേണമെന്നില്ല. ഈ മധുരമുള്ള വാക്കുകൾ അവരുടെ ഉള്ളിൽ വല്ലാത്തൊരു സ്നേഹം ഉണ്ടാക്കും. ആ സ്നേഹം ഉണ്ടാക്കുമ്പോഴോ സ്വാഭാവികമായിട്ട് ശരീരം എവിടെയാണെങ്കിലും മനസ്സവിടെ പോകും. അതിൽ 1% മാത്രമാണ് പിന്നീടൊരു പൊട്ടിത്തെറിയൊക്കെ ആയിട്ട് വേറൊരുത്തൻ്റെ കൂടെ പോവുള്ളൂ. പലരും പിന്നെ ഈ ബന്ധം ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് പോകും. അതിൽ ഒന്നാണ് ഈ മധുരമങ്ക. അപ്പോൾ നിങ്ങളുടെ ഭാര്യയിൽ ആ സ്വഭാവം ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് പെരുമാറുക. പിന്നെന്താണ് ഓമനമങ്ക. ഓമനമങ്ക എന്ന് പറയുന്ന വിഭാഗം എന്താണ്? അവരിങ്ങനെ എപ്പോഴും ഇങ്ങനെ പൊന്നാരിക്കണ പോലെയാണ്. അവർക്ക് വേണ്ടത് എന്താണ്? അവരുടെ വാപ്പ അവരങ്ങനെ വളർത്തിയിട്ടുള്ളത്. അവർ വളരുന്ന സമയത്ത് തന്നെ വാപ്പ വന്നിട്ട് ഭയങ്കര ഹഗ് ചെയ്യുക, അതോടൊപ്പം തന്നെ ഭയങ്കര സ്നേഹം, എന്തിനും ഇങ്ങനെ ഈ ഭയങ്കര പൊന്നാരിച്ചിട്ടുള്ള ഒരു വിഭാഗം. അപ്പോൾ ആ ഒരു വിഭാഗത്തിൻ്റെ ആളുകൾക്ക് ആ രീതിയിലുള്ള ഒരു ഓമനക്കുട്ടി, ആ ഓമനക്കുട്ടിയാകുന്ന രീതിയിൽ തന്നെയാണ് അവരും ഉണ്ടാവുക. അവരതിനനുസരിച്ചുള്ളൊരു കളി കളിക്കും, എല്ലാവരോടും ഹായ് പോടാ അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞ് സ്നേഹങ്ങൾ കാണിക്കും. അപ്പോൾ ആ സ്നേഹവാക്കുകളും മറ്റും ആരിൽ നിന്ന് കിട്ടണം? ഭർത്താവിൽ നിന്ന് കൃത്യമായിട്ട് കിട്ടണം. അത് കിട്ടാതാകുന്ന സമയത്ത് അത് ആരിൽ നിന്നാണോ കിട്ടുന്നത് അവരിലേക്ക് ഒരു സ്വാഭാവികമായിട്ടും ചെയ്യും. മറ്റൊന്നാണ്, ഞാൻ അതിൻ്റെ സമയദൈർഘ്യം കൊണ്ടാണ് ഞാൻ ചുരുക്കി പറഞ്ഞത് കേട്ടോ. മറ്റൊന്നാണ് സ്പർശനമങ്ക എന്ന് പറയുന്നത്. ഈ സ്പർശനമങ്ക എന്ന് പറയുന്ന ആളുകൾക്ക് നിങ്ങൾ സെക്സ് എന്ന് മാത്രം കണക്കാക്കണ്ട, സെക്സ് വേറെ ഇല്ല എന്നല്ല ഞാൻ പറയണത്. ഈ സ്പർശനമങ്കക്കാർക്ക് എപ്പോഴും ഇങ്ങനെ തൊട്ടുരുമ്മിയിരിക്കണം. എവിടെയെങ്കിലും ബസ്സിലൊക്കെ കയറി സഞ്ചരിക്കുകയാണെങ്കിൽ ഒപ്പിരിക്കുക. ചില ഭർത്താക്കന്മാർ ഞാൻ പോയിരുന്നു, ഞാൻ ഇവിടെ ഇരുന്നോളാം തരും, അതായത് ഈ അവിടെ പോയിരുന്നു, ഞാൻ ഇവിടെ ഇരുന്നോളാം. അപ്പോൾ അങ്ങനെ ഇരിക്കാൻ കൂടി സമ്മതിക്കാത്ത ഭർത്താക്കന്മാരുണ്ട്. ഓനക്കൊന്ന് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ പെണ്ണാണെങ്കിൽ സ്പർശനമങ്കാവും, എപ്പോഴും ഇങ്ങനെ കൈ വെക്കുന്നതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിരിക്കും. എവിടേക്കെങ്കിലും നടക്കുകയാണെങ്കിൽ എപ്പോഴും അങ്ങനെ തന്നെ. എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ഷോൾഡറിൽ ഇങ്ങനെ തല വെച്ച് കിടക്കും, ഈ മടിയിൽ കിടക്കണത്. ഇങ്ങനെ ഈ സ്പർശനം എന്ന് പറഞ്ഞാൽ അവർക്ക് അടുക്കളയിൽ വന്നവരിങ്ങനെ പാചകം ചെയ്യുമ്പോൾ പിന്നെ കൂടെ വന്നിട്ട് കെട്ടിപ്പിടിച്ചിട്ട് നല്ല ഹഗ് ചെയ്തിട്ട് നല്ലൊരു കിസ് കൊടുത്താൽ അവർക്കത് മതി. അവർക്ക് ഈ സ്പർശനത്തിലാണ് അവരുടെ സ്ത്രീത്വം ഉണരുക. ഈ സ്പർശനം കിട്ടണം എന്നുള്ള ആഗ്രഹമുള്ള ആളുകൾക്ക് സ്പർശനം തന്നെ കിട്ടണം. അപ്പോൾ നമ്മുടെ ഭാര്യമാർ ഇതിൽ മധുരമങ്കയാണോ ഓമനമങ്കയാണോ സ്പർശനമങ്കയാണോ ഇതെല്ലാം ഒരാളിലും ഉണ്ട് കേട്ടോ. ഇതിൽ ഏതെങ്കിലും ഒരു സ്വഭാവമായിരിക്കും ഒരാൾക്ക് കൂടുതലുണ്ടാവുക. ആ കൂടുതൽ ഏതാണ് ആ സമയത്തെങ്കിൽ അതിനനുസരിച്ച് പെരുമാറുക. ചിലപ്പോൾ ചില ആളുകൾക്ക് കുറച്ച് കഴിയുമ്പോൾ മധുരമങ്കകൾ പിന്നെ ഓമനമങ്കകളായിട്ട് മാറും. നമ്മൾ അറിയണത്. അറിയാത്ത പിന്നെ എന്ത് ഭർത്താവാണ്? ആ ഓമനമങ്ക പിന്നീട് അവരുടെ ഒരു സാഹചര്യം അനുസരിച്ച് സ്പർശനമങ്കയാവും. അപ്പോൾ സ്പർശനമങ്കയാവുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് നമ്മൾ മാറണം. അപ്പോൾ സത്യത്തിൽ ഒരു സ്ത്രീ വെടക്കാവാൻ കാരണം, ഒരു സ്ത്രീ എന്താ പറയുക, അതിൻ്റെ ഒരു പരിധി വിട്ട് പോകാൻ കാരണക്കാർ കൂടെയുള്ള ആളുകളായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ സ്പർശനമങ്ക, മധുരമങ്ക, ഓമനമങ്ക, അതിനൊരു പേര് ഞാനിങ്ങനെ ഇട്ടുന്നുള്ളൂ. ഇത് മനസ്സിലാക്കിയിട്ട് അവനവൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കാനുള്ളത് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ട രൂപത്തിൽ കൊടുത്താൽ കിട്ടാനുള്ളത് കിട്ടേണ്ട സമയത്ത് കിട്ടേണ്ട രൂപത്തിൽ നമുക്ക് കിട്ടും. നമ്മൾ കൊടുക്കാനുള്ള സാധനം കൊടുക്കേണ്ട സമയത്ത് കൊടുക്കാതിരുന്നാൽ കൊടുക്കാൻ വേറെ ആരെങ്കിലും ഉണ്ടാവും.
എന്തിനാണ് നമ്മൾ നമ്മുടെ കുടുംബത്തിനെ തകർക്കാൻ ഇടവരുത്തുന്നത്? അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. അത് ചോദിക്കുന്നൊരു ചോദ്യം നമ്മൾ കണ്ടല്ലോ, ശിഹാബ് തങ്ങളുടെ ഫോട്ടോയാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത്. ശിഹാബ് തങ്ങൾ മരണപ്പെട്ടിട്ട് നാളേക്ക് എത്രാമത്തെ ആണ്ടാണെന്നുള്ളതാണ് ചോദ്യം. ഞാൻ 2-3 ക്ലൂ തരാം. ഒന്ന് 15ാമത്തെ ആണ്ട്, 16ാമത്തെ ആണ്ട്, 17ാമത്തെ ആണ്ട്. ഇതിലേതാണ് ശരിയെങ്കിൽ അതാണ് നിങ്ങൾ ഉത്തരം എഴുതണം. അള്ളാഹു അദ്ദേഹത്തിന് സ്വർഗ്ഗത്തിൽ ഉന്നത പദവി നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ശിഹാബ് തങ്ങളുടെ ഓർമ്മയ്ക്ക് നാളേക്ക് ഇത്രാമത്തെ ആണ്ട് ആവാൻ പോവാണ്. അത് എത്രാമത്തെ ആണ്ടാണെന്നുള്ളതാണ് ചോദ്യം. ആ ഉത്തരമാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.